ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ അഞ്ജുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിഞ്ഞ് ഇന്ന് ഓശാന ശനിയാഴ്ച നമ്മളെടുക്കുന്ന വീഡിയോ കേട്ടോ. പിന്നെ എനിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കണം. ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒക്കെ എല്ലാ വർഷവും ഓശാന ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല, കാരണം പലരും പല സ്ഥലത്തു നിന്നുള്ളവരാണ്. അപ്പോൾ പക്ഷേ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടും ഞങ്ങളങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു ആചാരം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാനും മിക്കവാറും വർഷം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് എല്ലാ വർഷങ്ങളിലും. അപ്പോൾ അതേപോലെ ഇന്നും ഉണ്ടാക്കുന്നുണ്ട്. കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഒരുവിധം പ്രിപ്പറേഷൻസൊക്കെ ചെയ്തു. ശർക്കരയും തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരിപ്പൊടിയെല്ലാം കുഴച്ച് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാഞ്ഞത്, നമ്മൾ എല്ലാ വർഷങ്ങളിലും അപ്ലോഡ് ചെയ്യാറുണ്ട് സെയിം വീഡിയോ. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പിക്കണേന്ന് ഓർത്ത് എടുക്കാത്ത കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇവിടെ നമ്മുടെ ഒരു ട്രിപ്പ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒരു സെറ്റും കൂടി ഉണ്ടാക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെന്ത് വന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയേക്കുന്ന ഒരു ടൈമാണിത്. ഇത് രണ്ടാമത്തെ ട്രിപ്പ് എനിക്ക് ഉണ്ടാക്കാനുള്ളതാണ്. അവിടെ ഇരിക്കുന്നത് ഒന്ന് തണുപ്പ് വിട്ടിട്ട് വേണം ഇത് നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫില്ലിങ്സ് എല്ലാം വെച്ച് കഴിഞ്ഞു, എല്ലാം റെഡിയാണ്. ജസ്റ്റ് ഇനി അടുപ്പത്തേക്കൊന്ന് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും അടുപ്പത്ത് കയറിയിട്ടുണ്ട്. വെന്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മുടെ കൊഴുക്കട്ടപ്പം എല്ലാം സെറ്റായി. അപ്പോൾ അങ്ങനെ കൊഴുക്കട്ടയുടെ പരിപാടി ഇന്നത്തെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൈം ടേക്കിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ തനിച്ചത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇതിലേക്കുള്ള ശർക്കരയും തേങ്ങയൊക്കെ നമ്മൾ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നി. അതൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ സുഖമായിട്ട് ഉറങ്ങി എണീറ്റിട്ടാണ് പിന്നെ ഇതെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇന്നിപ്പോൾ കിച്ചണൊക്കെ ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കണേ. എനിക്കിനി പ്ലേറ്റ്സും ഒക്കെ കഴുകാനൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചെടികൾക്കൊക്കെ ഇടാനായിട്ട് ബാക്കി വന്ന ചായപ്പൊടിയും അതുപോലെ തന്നെ മുട്ടത്തണ്ടൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി എനിക്ക് ചെടികൾക്കൊക്കെ ഇടണം. പിന്നെ ഇവിടെ പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് വൈകുന്നേരത്തെ കുക്കിങ്ങിലേക്ക് കിടക്കാനായിട്ട്. ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കറിയൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇന്ന് ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥയാണ്. ചൂടൊക്കെ ആയിരുന്നു, എന്നാലും ഇപ്പോൾ ഈവനിങ് ടൈമാണ്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. ഇപ്പം നമ്മളത് ഈവനിങ്ങിൽ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ചൂടുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് അധികമായിട്ട് തോന്നിയില്ലെന്ന്. കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞങ്ങൾക്ക് ഒരുവിധം നല്ല മഴ കിട്ടി. അഞ്ജുവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ കാണിച്ചില്ലേ, അപ്പോൾ നല്ല സ്ട്രോങ് മഴയുണ്ടായിരുന്നു. പിന്നെ ഇന്നായാലും നല്ല മഴക്കാറും നല്ല തണുത്ത ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനി എനിക്കിതാ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്യാൻ കിടക്കണം. അപ്പോൾ ഞാൻ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്യാൻ പോവാം. ഇവിടെ നമ്മുടെ ഒരു സെറ്റ് ഞാനിതിൽ നിന്ന് ആവിയൊക്കെ ഒന്ന് പോകാനായിട്ട് അടപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ആവിയൊന്ന് മാറിയിട്ട് വേണം എനിക്കിതിൽ നിന്ന് ഇതെല്ലാം ഒന്നും മാറ്റി വേറെ ഒരു ടിഫിൻ ബോക്സിലെങ്ങാനും ആക്കി വെക്കാനായിട്ട്. ഇവിടെ ഞാൻ തൈരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തിന് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്, തക്കാളി പച്ചടി. അപ്പോൾ ഞാൻ ആദ്യം പ്ലേറ്റ്സൊക്കെ ഒന്ന് കഴുകി വെക്കിയിട്ട് അങ്ങനെ പ്ലേറ്റ്സ് എല്ലാം ഞാൻ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ വാഷ് ബേസിനൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡെയിലി ചെയ്യാറുള്ളതാണ്. ഉച്ചയ്ക്ക് നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ വാഷ് ബേസിനും കൂടെ കഴുകി ഇടാറുണ്ട്. രാവിലെ ഒന്നും എനിക്ക് അത്രയ്ക്കും ടൈം കിട്ടാറില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ വാഷ് ബേസിൻ ക്ലീൻ ആക്കുന്നത്, നമുക്ക് യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ ബാക്കി വന്ന പേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, പേസ്റ്റിൻ്റെ ട്യൂബ് ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. എന്നിട്ട് ആ ബാക്കി വന്ന ആ ട്യൂബ് അതിനകത്തുള്ളത് മാക്സിമം ചിലപ്പോൾ കട്ട് ചെയ്തോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഞെക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഞെക്കിയെടുത്ത് ഞാനത് വാഷ് ബേസിൻ അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ഷൈനിങ് കിട്ടും നമുക്ക്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വാഷ് ബേസിന് നല്ല ഷൈനിങ് കൂട്ടാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈ രീതിയിലും ക്ലീൻ ചെയ്യാറുണ്ട്. അത് നമുക്ക് ഏത് പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇന്ന പേസ്റ്റ് യൂസ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഏത് വേണമെങ്കിലും നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വന്ന ആ പേസ്റ്റിൻ്റെ ട്യൂബ് എടുത്ത് നമുക്ക് മാക്സിമം അത് വേസ്റ്റാക്കി കളയാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വാഷ് ബേസിൻ.
അപ്പോൾ ഇനി എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഞാൻ മാറ്റി പാത്രത്തിൽ നിന്ന്. ഇനി നമുക്ക് ഇത് നല്ല ചൂടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാത്രം എടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഇതെടുത്ത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി ജോലികളെല്ലാം അതിനിടയ്ക്ക് ചെയ്യാൻ തണുക്കുമ്പോഴേക്കും നമുക്ക് മറ്റു ജോലികളൊക്കെ തീർക്കാം. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവും ഒക്കെ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് പ്ലേറ്റ്സൊക്കെ കഴുകി, ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു കുറച്ച് പ്ലേറ്റ്സൊക്കെ, അപ്പോൾ അതൊക്കെ കഴുകി വെച്ച സമയത്ത് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചതാണ്. പിന്നെ വീണ്ടും ഇപ്പോൾ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മതി. ഞാൻ ഓൾറെഡി സ്കൂളിൽ നിന്ന് വന്ന ടിഫിൻ കാര്യങ്ങളൊക്കെ കഴുകി വെച്ച സമയത്തൊക്കെ ക്ലീൻ ആക്കിയത് കേട്ടോ. നമ്മുടെ വാഷ് ബേസിനും അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ്, ഗ്യാസ് സ്റ്റൗവിടെയൊക്കെ നല്ല ക്ലീനായി കിടന്നാൽ നമുക്ക് ജോലികൾ ചെയ്യാൻ തന്നെ തോന്നും, അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പായിരിക്കും. അപ്പം അങ്ങനെ കിച്ചണിലെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിയിലേക്ക് ഇന്ന് ഉണ്ടാക്കേണ്ടത് പച്ചടിയാണ്. അപ്പോൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ തക്കാളിയുടെ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. ശരിക്കും പറഞ്ഞാൽ രാവിലെ തന്നെ ഇതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ഞാൻ ചെയ്തായിരുന്നു, പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു വൈകുന്നേരം ചെയ്യാമെന്ന്. ഇതിവിടെ നമ്മൾ തക്കാളി വേവിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് തക്കാളി ഇത്തിരി വെള്ളമൊഴിച്ച് വേവിച്ചു. പിന്നെ ഇതിനകത്ത് അരപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അരപ്പിലേക്ക് ഞാനിവിടെ തേങ്ങയും ജീരകവും അതുപോലെ കടുകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നും പിന്നെ ഇത്തിരി പച്ചമുളക് 2 പച്ചമുളകും ചേർത്താണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അരപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി ഇത്തിരി യെല്ലോ കളറൊക്കെ ആയിട്ടിരിക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പക്ഷെ നമ്മൾ പച്ചടിയിൽ ഇത്തിരി വെളുത്ത പച്ചടിയിൽ നമുക്ക് ഇഷ്ടം. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഓണത്തിനൊക്കെ നമ്മൾ അങ്ങനെയല്ല ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ഇനി എനിക്ക് ഇതിനകത്തേക്ക് തൈര് ചേർക്കാനുണ്ട്. ഞാൻ തൈര് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം അരപ്പൊക്കെ ചേർത്ത് നല്ലപോലെ കുക്കാക്കി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് ഞാൻ പാക്കറ്റ് തൈര് ചേർക്കണം. അധികം പുളിയില്ല, അതുകൊണ്ട് കുറച്ചിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ഇങ്ങനെ അധികം പുളിയില്ലാത്ത തൈരാണ് പാക്കറ്റിൽ നിന്ന് തൈരായിട്ട് കിട്ടുന്നത്. നല്ല സമ്മറായി കഴിയുമ്പോൾ നല്ല പുളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ അങ്ങനെ വലിയ പുളിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തൈരും ചേർത്തിട്ടുണ്ട്. തൈരും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നീക്കി വെച്ചിട്ട് വേണം എനിക്കിനി താളിച്ചൊഴിക്കാനായിട്ട്. നമ്മൾ താളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അരപ്പ് മാത്രം ചേർത്ത് കൊടുത്തേക്കണം. തക്കാളി ഞാൻ 3 എടുത്തായിരുന്നു. 3 തക്കാളി വെച്ചുണ്ടാക്കിയ ഒരു പച്ചടിയാണ്. തൈര് ഞാൻ ഇത്രയ്ക്ക് ചേർക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള തൈരായിട്ടുണ്ട്. ഓവറായി കഴിഞ്ഞാൽ പുളി കൂടും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് നീക്കി വയ്ക്കുക. തൈര് ഞാൻ മാറ്റി വയ്ക്കണം. ഇവിടെ ഞാൻ താളിച്ച് വയ്ക്കാനായിട്ട് ചെറിയുള്ളി കുറച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ താളിച്ച് വയ്ക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ചെറിയുള്ളിയും കട്ട് ചെയ്തെടുത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് കറിവേപ്പിലയൊക്കെ ഇപ്പോൾ അവിടെ വളരെ പിശുക്കിയാണ് കിട്ടുന്നത്, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതും വളരെ പിശുക്കിയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി കറിവേപ്പില നമുക്കെടുക്കാം. ഇത് ഞാൻ മാറ്റി വെച്ചേക്കാണ് വേറെ എന്തെങ്കിലും കറിയൊക്കെ നാളെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ നമ്മുടെ താളിച്ച് വയ്ക്കാനുള്ള പാൻ തടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊക്കെ കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഇത്തിരി കടുക് ആദ്യം ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഒരു ശകലം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ അടുത്തത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ. നമ്മൾ അരപ്പൊന്ന് റെഡിയാക്കുന്ന ഒരു ടൈം മതി. തക്കാളിയൊക്കെ വേഗത്തിൽ വെന്ത് കിട്ടുമല്ലോ. ഇപ്പോൾ അതേ നല്ലപോലെ ബ്രൗൺ ആയിട്ടുണ്ട് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ. ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് വെക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തേക്ക് മസാലകളും പൊടികളും ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ കറിയിലേക്ക് എടുത്ത് ഒഴിക്കുന്നു. അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി വളരെ പെട്ടെന്ന് തന്നെ. കാരണം ഞാൻ ഒന്നാമത് തക്കാളി നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അരപ്പും റെഡിയാക്കി അരച്ച് ചേർത്തായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും അങ്ങനെ ഓർത്തില്ലായിരുന്നു. അതുകൊണ്ട് അരച്ച സമയത്തൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ
വീഡിയോ ഈവനിങ്ങിൽ എടുക്കാൻ തോന്നി, അപ്പോൾ ഇതും കൂടെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. നമ്മുടെ പച്ചടി റെഡിയായി. നമുക്കിനി നീക്കി വെക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കൊക്കെ ഇങ്ങനെ തെറിച്ച് ഓയിലും കടുകൊക്കെ ചെറുതായിട്ട് ഇടയ്ക്കാവും. ഞങ്ങൾക്ക് ഇപ്പോഴും ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ആഴ്ചയിൽ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. എല്ലാവരും നല്ല ബിസി ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടംപോലെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്കാണ് ഈ ആഴ്ച. എനിക്ക് വൈകുന്നേരത്തിന് പാവയ്ക്ക ഫ്രൈ ചെയ്യണം. അപ്പോൾ പാവയ്ക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് സവോളയും കൂടെ വേണം. പിന്നെ ഉണ്ടാക്കേണ്ടത് ബുൾസായിയാണ്. ബുൾസായി ഉണ്ടാക്കാനായിട്ട് എഗ്ഗ് എടുത്തിട്ട് അത് റെഡിയാക്കണം. എഗ്ഗ് ഞാൻ ഇങ്ങനൊരു ട്രെയിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ ബുൾസായി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഓംലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാറ്. ഞങ്ങളിപ്പോൾ ഇവിടെ 3 പേരല്ലുള്ളൂ. അപ്പോൾ 3 ബുൾസായി ഉണ്ടാക്കാം. ചേട്ടന് കൂടുതൽ ഇഷ്ടം ഓംലേറ്റാണ്. ചേട്ടനോട് ഓംലേറ്റ് ഉണ്ടാക്കും. എനിക്ക് 5 ബുൾസായി ഇതുണ്ടാക്കണം. ഇനി റൈസ് കുക്ക് ചെയ്യില്ല, കാരണം ഓൾറെഡി ഞാൻ ഉച്ചക്കാലത്തേക്ക് വെച്ചപ്പോൾ വൈകുന്നേരത്തേക്ക് കൂടി ഉള്ളത് കൂടുതൽ അരിയിട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റൈസിൻ്റെ പണിയില്ല. കറി ഓൾറെഡി ആയി. പിന്നെ നമുക്ക് ഉപ്പേരി ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയ ഉപ്പേരി ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും സോയ ചങ്ക്സും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഉപ്പേരി അത് റെഡിയാക്കേണ്ടി. ഇതായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഉപ്പേരിയായി, പച്ചടിയായി, പിന്നെ പാവയ്ക്ക ഫ്രൈ ചെയ്യണം, പിന്നെ എഗ്ഗ് ഓംലേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ കുക്കിങ്ങൊക്കെ ഒരുവിധം സെറ്റായി. അപ്പോൾ ഇന്നിപ്പോൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാൻ ജോലികളൊക്കെ മുന്നേ കൂട്ടി കുറച്ച് നമുക്ക് ചെയ്യാൻ ടൈം കിട്ടുള്ളൂ എന്ന് കരുതി അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ രാവിലെ തീർത്തത് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും വേഗം ജോലികളൊക്കെ തീരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ എന്നറിയാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.